താരപ്പോര് തുടരുന്നുണ്ട് അമ്മയിൽ ഇപ്പോഴും. കുടുംബസംഗമത്തിലെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളോട് ഭാരവാഹികൾ ഇനിയും പ്രതികരിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പിലും മറ്റ് സാമ്പത്തിക ഇടപാടുകളിലുമൊക്കെ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം കൂടി സംഘടനയ്ക്കുള്ളിൽ ശക്തമാണ്. അതേസമയം തന്നെ ടിനി ടോമിനെതിരെ അൻസിബ നിയമ നടപടിക്കൊരുങ്ങുന്നു എന്ന വിവരങ്ങളുണ്ട്. അബ്ദുൾ റഹീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഹീമെ, ഇപ്പോൾ എന്താണ് താരസംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ? ആദ്യം ഇത് അൻസിബ ടിനി ടോമിനെതിരെ ഒരു പരാതി ഉന്നയിച്ച് വരുന്നു. പിന്നീട് അൻസിബയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് നീനാക്കുറുപ്പ് സ്വീകരിക്കുന്നു. പിന്നീട് നീനാക്കുറുപ്പിനെ പാടെ തള്ളി ലക്ഷ്മിപ്രിയ രംഗത്ത് വരുന്നു. ടിനി ടോം ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെയും തള്ളുന്നു. പിന്നാലെ മറ്റ് അംഗങ്ങൾ, അമ്മയുടെ തന്നെ മറ്റു മക്കളൊക്കെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഭരണസമിതി മാറണമെന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ പല ഭാഗത്തായി ഉന്നയിക്കുന്നു. ഇതൊന്നുമല്ല, ഇതിൻ്റെയൊക്കെ തുടക്കം സാമ്പത്തിക തിരിമറിയാണ് എന്നുള്ള വാർത്ത പിന്നീട് വരുന്നു. ശരിക്കും അമ്മയിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? സേതു, അമ്മ സംഘടനയ്ക്കുള്ളിൽ പ്രത്യേകിച്ചും ഈ അമ്മ എക്സിക്യൂട്ടീവിനുള്ളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം അമ്മ സംഘടന ജനറൽ ബോഡിക്കുള്ളിൽ അല്ലെങ്കിൽ വലിയ സംഘടനയാണത്. നിരവധി താരങ്ങൾ ഉൾപ്പെട്ട ഒരു സംഘമാണ്. അവർ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കുള്ളിൽ ഉള്ള അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിനെതിരെ മുതിർന്ന താരങ്ങളടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിൽ അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റി അധികാരത്തിലേക്കൊക്കെ വരണം എന്നുള്ളതാണ് മാലാപാർവതി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിലവിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അൻസിബയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും താരസംഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം ടിനി ടോമിനെതിരെ അൻസിബ ഉന്നയിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയിലേക്ക് തന്നെ കടക്കാനുള്ള നീക്കത്തിലാണ് അൻസിബയുള്ളത്. കാരണം അൻസിബയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം ഈ അൻസിബ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളത് ടിനി ടോമിന്റെ അങ്ങനെ ഒരു പരാമർശം ടിനി ടോം നടത്തി എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. അത് താൻ കേട്ടതല്ല, നീനാക്കുറുപ്പ് തന്നോട് പറഞ്ഞത് ആണ് എന്നുള്ളതാണ് അൻസിബ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ആ വിഷയത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് അൻസിബ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ അമ്മ സംഘടന, അതായത് ഈ കുടുംബമേള നടത്തിയതുമായി ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പ് വാങ്ങിയിരുന്നു. ആ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ചില തിരിമറികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ അന്വേഷണം വേണമെന്ന് താരസംഘടനയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും ഉടനെ തന്നെ ജനറൽ ബോഡി വിളിച്ചു ചേർക്കും. ആ ജനറൽ ബോഡിയിൽ ഈ കാര്യങ്ങളടക്കം ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും താരസംഘടന അമ്മയ്ക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ തുടരുകയാണ്. ഓക്കെ റഹീമേ, ശരി. ഇപ്പോൾ ഈ ജനറൽ ബോഡിയൊക്കെ ചേരുന്ന സമയത്ത് എന്തായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ അവിടെ പൊട്ടലും ചിരലൊക്കെയാണ്. അതൊരു കൂട്ടടിയിലേക്കൊക്കെ കലാശിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നറിയേണ്ടത്.